മിക്സ്ഡ് വെജിറ്റബിൾ കടായിയും ചപ്പാത്തി. ഫുൽക്ക ചപ്പാത്തിയും മിക്സ്ഡ് വെജിറ്റബിൾസ് കടായി സേവ് ചെയ്യാം. നിങ്ങളും വീഡിയോ കാണണം, തയ്യാറാക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ഇനിയല്ല ഇത് ചപ്പാത്തി ഇല്ലെങ്കിലും നല്ലൊരു ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ കഴിക്കാൻ പറ്റിയ മിക്സ്ഡ് വെജിറ്റബിൾ കടായി. കഴിക്കുന്ന സമയത്ത് ചപ്പാത്തിയിൽ വേണമെന്നുള്ളവർക്ക് കുറേശ്ശെ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. ന്യൂട്ടാക്കിയാ പറയുന്ന ആൾക്കാർക്ക് അതെ. എൻ്റെ കുട്ടിന് ഫാസ്റ്റ് തന്നെ വെട്ടിയില്ല മതി. എന്നാ നോക്കിയത് ahora kutuako ചപ്പാത്തി നല്ല മയത്തിൽ കുഴച്ച് ഉരുളകളാക്കി വയ്ക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കുറേ ഈ വീഡിയോസ് നന്നായി ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് ചില നമ്മുടെ വീട്ടിലെ ഓരോരോ പ്രോബ്ലംസ് നമ്മുടെ മരണവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഡെയിലിയുള്ള വലിയ വീഡിയോസ് ആഴ്ചയിലോ ഒരു ശനിയാഴ്ച ഇടാനുള്ള വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. ഇതിനൊക്കെ ഞാൻ പിന്നീട് ഇതിനൊക്കെ ഫോളോ ചെയ്ത് വരും. അതുവരെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പറഞ്ഞു കേട്ടു. ചിലപ്പോൾ ഇത് ആദ്യം ഉള്ളി നന്നായി വഴറ്റി അതിലേക്ക് ടൊമാറ്റോ ഇട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് അതിനുശേഷം പനീർ നന്നായി ഫ്രൈ ചെയ്ത് ക്യാപ്സിക്കം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളിനെ ഗ്രേറ്റ് ചെയ്തിട്ട് കോളിഫ്ലവർ, പൊട്ടറ്റോ എല്ലാം ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തു. ഇത് കാണുന്നമാരെല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പറയണത്. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ഇനി ഡെക്കറേഷൻ ക്രഷ് ചെയ്ത് ക്യാരറ്റും ഇട്ട് ഇതേമാതിരി നല്ല അടിപൊളി ഫ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൽ കറി അവസാനിച്ചിട്ടില്ല. ഇതിൽ ഇനിയും വർക്കുണ്ട്. ഇനി കോഴിമുട്ടേനെ പുഴുങ്ങി അതിന് ഇതേമാതിരി ഡെക്കറേറ്റ് ചെയ്യും. വീഡിയോ കാണണം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാനിത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആക്കി ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ആദ്യത്തെ പ്രാവശ്യം വോയിസ് ഇല്ലാണ്ട് വീഡിയോ എടുത്ത്. പിന്നെ നല്ലൊരു വീഡിയോ ആണ് നിങ്ങളിലേക്കെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനെ വോയിസ് ഇട്ടിട്ട്
നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. നന്നായിട്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്കത് നേരവണ്ണം മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. ഇത് നന്നായി ഉള്ളി നന്നായി മൂപ്പിച്ച് തക്കാളി ഇട്ടിട്ട് പിന്നെ കസ്തൂരി മേന്തി ഇട്ടിരിക്കുന്നു, പിന്നെ ചാറ്റ് മസാല, വെജിറ്റബിൾ മസാല എന്നൊക്കെ ഇട്ടിട്ട് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും എല്ലാം വന്നിട്ടുണ്ട് ഇതിൽ. ഇതേമാതിരി ഓരോന്നിട്ട് കുറേ നേരം കുറച്ച് നമ്മൾ സ്പീഡിൽ ചെയ്യണല്ലോ, കുറച്ചായിട്ട് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. അതുകൊണ്ട് വേണ്ടി ടേസ്റ്റ് ഡബിളാണ്. ഇനി ഇതിന് മല്ലിയിലേക്ക് വൃത്തിയിൽ കഴുകി ഇനി ഇതിലേക്ക് ഇടണം. ഇതിനെ അവർ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ന്യൂട്രീഷ്യസ് ഫുഡാക്കാനാണ്. ഇതിൽ ഇത്രയും ഐറ്റംസ് ഇട്ട് നല്ലൊരു റെസിപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹെൽത്തിന് വളരെ നല്ലതുമാണ്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കിയ ഒരു ചപ്പാത്തി 2 ചപ്പാത്തി കഴിക്കണവരെ ഡബിളാക്കി കഴിക്കും, അത്രയും ടേസ്റ്റും ഉണ്ട്. ഓ ഹായ്, നമസ്കാരം, എല്ലാവർക്കും ശുഭദിനം. ഇത് നല്ലൊരു വെജിറ്റബിൾ കറിയാണ്, മിക്സ്ഡ് വെജിറ്റബിൾ കടായി. എൻ്റെ ചേച്ചിയുടെ റെസിപ്പിയാണ്. ചേച്ചി അടിപൊളിയായിട്ട് നല്ലൊരു റെസിപ്പിക്ക് ആദ്യം ഞാൻ അതിനെ ഷോർട്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് സൗണ്ട് ഇല്ലാണ്ട് എടുത്തത്. പക്ഷേ റെസിപ്പി കണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങളും ഇതേമാതിരി തയ്യാറാക്കുകയെന്ന് വെച്ചാൽ വളരെ നല്ലതാണ്. കാരണം ചെറിയ വീഡിയോസിൽ ഓരോന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം ക്യാപ്സിക്കനെ അവർ ഫ്രൈ ചെയ്യുന്നുണ്ട്, പിന്നെ പനീറിനെ അവർ ഫ്രൈ ചെയ്യുന്നുണ്ട്, ഉള്ളി സവാളേനെ ആദ്യം ഫ്രൈ ചെയ്തു, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ടു, പിന്നെ പച്ചമുളക് കീറിയിട്ടു, പിന്നെ മസാലകൾ വെജിറ്റബിൾ മസാലപ്പൊടി, കസൂരി മേന്തി, മസാലപ്പൊടി, ജീരകപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയെല്ലാം നന്നായി ഫ്രൈ ചെയ്ത് പിന്നെ ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് മസാലകൾ ഇട്ടതിന് ശേഷം കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാരറ്റ് എന്നിവയെല്ലാം നന്നായി ഫ്രൈ ചെയ്ത് അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശമില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഈ റെസിപ്പിയുടെ സ്പെഷ്യൽ. മിക്സ്ഡ് വെജിറ്റബിൾ കടായി എന്നാണ് ഈ റെസിപ്പിയുടെ പേര്. കാണണം, നിങ്ങളും തയ്യാറാക്കണം. ടേസ്റ്റ് ഞാൻ കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഞാനതിനെ ലോങ് വീഡിയോ ആക്കിയത്. ഞാൻ ഷോർട്ട് വീഡിയോ മാത്രമാക്കി വീഡിയോയിൽ ഇടണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ റെസിപ്പി കണ്ടപ്പോൾ, ടേസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾ അതേമാതിരി ഉണ്ടാക്കാൻ വേണ്ടി ഇനി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഷോർട്ട് വീഡിയോ സെറ്റ് ചെയ്യണമായിട്ടുള്ള വീഡിയോസ് ഇടും. അഡ്ജസ്റ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എഗ്ഗ്, ഇത് വെജിറ്റബിൾ വേണ്ടവർക്കുള്ള വെജിറ്റബിൾ കറിയായി. അതിനെ ഇനി നോൺ ആക്കാൻ വേണ്ടിയിട്ട് എഗ്ഗും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾ ഉള്ളവർക്ക് ആ കറീനെ മാറ്റി വയ്ക്കും. അതിനുശേഷം എഗ്ഗ് ഇട്ടിട്ടുള്ള കറിയും കൂടി ഞാൻ കാണിക്കാം. വെജിറ്റബിൾ മിക്സ് കടായി നിങ്ങൾ കാണണം. അസലായിട്ടുണ്ട്, അസല റെസിപ്പി ആയിട്ടുണ്ട്. ഇനി പച്ചക്കറി കഴിക്കണവർക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കും. ചപ്പാത്തി ഈ കറിയും കൂടി കഴിക്കും. ഇനി നോണാക്കുന്നത് എഗ്ഗ് ഇട്ടിട്ട് മിക്സ് ചെയ്യും. ഇത് വെജിറ്റബിൾ കഴിക്കണവർക്ക് മാറ്റി വെച്ചതാണ്. അതിൽ മല്ലിയില ചെറുതാക്കി കട്ടിക്ക് ആഡ് ചെയ്ത് വെച്ചു. എല്ലാ വീട്ടിലും ഒരാളെങ്കിലും വെജിറ്റബിൾ കഴിക്കണവരുണ്ടാവും. അപ്പോൾ അവർക്കുള്ള റെസിപ്പി. ഇനി എഗ്ഗിന് വേണ്ടിയിട്ട് എഗ്ഗ് ഒരു ലേശം ഓയിൽ ഒഴിച്ച് അതിൽ കോഴിമുട്ടേനെ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി വയ്ക്കും. ഇത് ഇത് ആദ്യത്തെ റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം സാധാ വെജിറ്റബിൾ കറിയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനതിനെ അത്രയും കണ്ട് കാര്യമാക്കി. അപ്പോൾ നോക്കി വന്നപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലോങ് വീഡിയോ ആക്കിയത്. ഇത് നല്ലോണം സിമ്മാക്കി വെച്ച് ഓയിലൊഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പ്, കുരുമുളക് പൊടി, അത് മാത്രം ഇട്ടിട്ട് തിരിച്ച് മറിച്ച് നന്നാക്കിയിട്ട് ഫ്രൈ ചെയ്യാം.
സിമ്മാക്കിയിടുകൊണ്ട് മെല്ലെ മെല്ലെ മെല്ലെയാണ് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ആ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതാക്കി ചെറിയ ചൂടോട് കൂടിയിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് കോഴിമുട്ട കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, കുരുമുളക് പൊടി നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം മറിച്ചിട്ടു. തയ്യാറാക്കി വെച്ച കറിയുടെ മേലെ ഇതിപ്പോൾ നമുക്ക് ചപ്പാത്തി ഇല്ലെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം ഡിന്നറിന് പകരമൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. കാരണം ഇത് മിക്സ്ഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസാണ്. അതിൻ്റെ കൂടെ എഗ്ഗ് പുഴുങ്ങിയിട്ട് അതും ഇത് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില ഡെക്കറേറ്റ് ചെയ്യാം. മല്ലിയില വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. മിക്സ്ഡ് വെജിറ്റബിൾ കടായി ആയി, അതിൽ എഗ്ഗും ആഡ് ചെയ്തു. ഇപ്പം വീഡിയോ മിസ്സാവരുത്, നിങ്ങൾ കാണണം. ഇതിന് ഞാൻ ഷോർട്ടും ലോങ്ങും മിക്സ് ചെയ്തിട്ടിടും. കാരണം ഞാൻ പറഞ്ഞു ആദ്യം ഷോർട്ടായിട്ട് വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് ചെറുതാക്കി ഓരോന്നും ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളിൽ കണ്ട് നിങ്ങൾ തയ്യാറാക്കാൻ നോക്കൂ. നല്ല ടേസ്റ്റാണ് കറി. നല്ല ടേസ്റ്റുള്ള കറി ആവുകൊണ്ടാണ് ഞാൻ ഇതിനെ നിങ്ങൾക്ക് ലോങ് ആയിട്ട് വീഡിയോയിലിടാൻ കാരണം. നമ്മൾ ഇപ്പോൾ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാണ്ട് ഇത് മിക്സ്ഡ് വെജിറ്റബിൾ എഗ്ഗായിട്ട് കഴിക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതേമാതിരി എടുത്ത് നമുക്ക് കഴിക്കാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. നമ്പർ 1 സ്ഥലമാണോ. അതേ സമയത്ത് ചപ്പാത്തി പരത്തി ചപ്പാത്തി ഉണ്ടാക്കുക. ചുട്ക ചപ്പാത്തിയാണ്, എണ്ണ മെഴുക്കൊന്നും ഉപയോഗിക്കാതെ. ചപ്പാത്തി ഉണ്ടാക്കലും പരത്തലും ഒരേ സമയത്ത്. ചുക്ക ചപ്പാത്തി എണ്ണമെഴുക്കൊന്നും ഇല്ലാതെ, എണ്ണമെഴുക്ക് കുഴക്കണ സമയത്ത് മാത്രം ഒരു ലേശം ചേർത്തുള്ളൂ, ബാക്കി പിന്നെ എണ്ണമെഴുക്കില്ല. പിന്നെ പറയുന്ന പേര് ഫുൾക്ക ചപ്പാത്തി. ചപ്പാത്തി റെഡി.